ഭാരതീയ ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതാണ് കാർത്തിക നക്ഷത്രം. ഇതിനെ സംസ്കൃതത്തിൽ കൃത്തിക എന്ന് വിളിക്കുന്നു. ഈ നക്ഷത്രം മേടം രാശിയിലും ഇടവം രാശിയിലും ഭാഗിച്ചു കിടക്കുന്നു. ഇത് 27 നക്ഷത്രങ്ങളിൽ ഒരു അത്ഭുത പ്രത്യേകതയാണ്. ആകാശത്ത് ഇത് പ്ലെയ്ഡ്സ് എന്ന നക്ഷത്ര സമൂഹമായി കാണപ്പെടുന്നു. 6 ചെറിയ നക്ഷത്രങ്ങൾ ഒരുമിച്ച് കാണാം. ഇവ ഷഡ്ദേവിമാർ. ദേവസേനാപതിയായ കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ, സുബ്രഹ്മണ്യൻ ഇവരുടെ വളർത്തമ്മമാരാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിന് കാർത്തിക എന്ന പേര് ലഭിച്ചത്. കാർത്തിക എന്ന വാക്കിന്റെ അർത്ഥം മുറിക്കുന്നവൾ അല്ലെങ്കിൽ ശുദ്ധമാക്കുന്നവൾ എന്നതാണ്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു കത്തി അല്ലെങ്കിൽ ജ്വാലയാണ്. അഗ്നിദേവൻ ഈ നക്ഷത്രത്തിന്റെ അതിദേവതയാണ്. അടിസ്ഥാന വിവരങ്ങൾ: നക്ഷത്ര നമ്പർ 3, രാശി മേടം ഇടവം, അധിപൻ സൂര്യൻ, ദേവത അഗ്നി, ഗണം രാക്ഷസഗണം, ഭൂതം ഭൂമി, ഭാഗ്യവർണം ചുവപ്പ് വെള്ളം, ഭാഗ്യസംഖ്യ 1, 3, 9, ഭാഗ്യദിവസം ഞായർ ചൊവ്വ, ഭാഗ്യരത്നം മാണിക്യം, ഭാഗ്യചിഹ്നം ജ്വാല അല്ലെങ്കിൽ കത്തി, പക്ഷി പുല്ല് ചെമ്പരുന്ത് അല്ലെങ്കിൽ വലിയ പുല്ല്, വൃക്ഷം അത്തി. പൗരാണിക കഥ: കാർത്തികേയന്റെ ജനനം. കാർത്തിക നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കഥ ഭഗവാൻ കാർത്തികേയന്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താരകാസുരൻ എന്ന മഹാസുരനെ ശിവപുത്രന് മാത്രമേ വധിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മദേവൻ വരം കൊടുത്തു. ദേവന്മാർ ഭയന്നു. ശിവപാർവതി വിവാഹം നടന്നു. ശിവന്റെ അഗ്നിസദൃശമായ തേജസ് ഗംഗ ഏറ്റുവാങ്ങി. പിന്നീട് ഷഡ്ദേവിമാർ, 6 കൃത്തിക ദേവിമാർ ഈ ദിവ്യ ശിശുവിനെ വളർത്തി. ആ ശിശുവാണ് കാർത്തികേയൻ. 6 മുഖങ്ങൾ അല്ലെങ്കിൽ ഷൺമുഖൻ, 6 ദേവിമാരുടെ ശക്തി ഏറ്റുവാങ്ങിയ ദേവൻ. ഈ കഥ ഈ നക്ഷത്രത്തിന് ദൈവിക ശക്തി, ധൈര്യം, ശത്രുനാശം എന്നിവ നൽകുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ദേവത അഗ്നിദേവൻ. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. ഇതിന്റെ ഫലമായി ഈ നക്ഷത്രക്കാർക്ക് ഉൾക്കൊള്ളൽ ശക്തി, കൂടുതൽ ജ്ഞാനദാഹം, അറിവ് നേടാനുള്ള ആഗ്രഹം, ബുദ്ധി, ഉള്ളിലുള്ള അഴുക്ക് അഗ്നി ദഹിപ്പിക്കുന്ന പോലെ ഇവരും അനീതി, നുണ, കപടം ഒക്കെ ദഹിപ്പിക്കും. ഊർജം. ഉള്ളിലൊരു തീ എരിയുന്ന ഊർജം. സ്വഭാവ സവിശേഷതകൾ. ഗുണങ്ങൾ: 1 ധൈര്യം. ഇവരുടെ ഏറ്റവും വലിയ ആഭരണം. കാർത്തിക നക്ഷത്രക്കാർ അതിധൈര്യശാലികളാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഇവർ തളരില്ല. മുന്നിൽ നിന്ന് ഏതൊരു ബുദ്ധിമുട്ടിനെയും നേരിടും. ശക്തമായ ഇച്ഛാശക്തി. ഒരു ലക്ഷ്യം ഉറപ്പിച്ചാൽ അത് നേടുന്നതുവരെ ഇവർ വിശ്രമിക്കില്ല. ഈ ദൃഢനിശ്ചയം ഇവരെ ജീവിതത്തിൽ ഉയർത്തും. നേർവഴി, സത്യസന്ധത. കാർത്തിക നക്ഷത്രക്കാർ വളരെ നേർവഴിക്ക് ജീവിക്കുന്നവരാണ്. നുണ, കപടം, ചതി ഇവ ഇവർക്കിഷ്ടമല്ല. ചിലപ്പോൾ ഇത് കടുത്ത സ്വഭാവമായി തോന്നും. പക്ഷേ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം. ഭക്ഷണജ്ഞാനം. അഗ്നിദേവ ബന്ധമുള്ളതിനാൽ ദഹനശക്തി ഉജ്ജ്വലമായിരിക്കും. ഒട്ടുമിക്ക ഭക്ഷണ വ്യഞ്ജനങ്ങളും ഇവർ ദഹിപ്പിക്കും. നേതൃഗുണം. ഈ നക്ഷത്രക്കാർ ജന്മന നേതാക്കന്മാരാണ്. ആളുകൾ ഇവരെ സ്വാഭാവികമായി അനുഗമിക്കും. ആത്മാഭിമാനം. ഇവർക്ക് ആത്മബഹുമാനം ഏറ്റവും പ്രധാനം. അഭിമാനം ക്ഷതപ്പെട്ടാൽ ഇവർ ആർക്കും വഴങ്ങില്ല. ഭൗതിക ശ്രേഷ്ഠത. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, നക്ഷത്രങ്ങളിൽ ഞാൻ കൃത്തികയാണ്. ഇത് ഈ നക്ഷത്രത്തിൻ്റെ ആത്മീയ ഉൾക്കൊള്ളലിന് തെളിവ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഞാൻ കാർത്തികയെ പോലെ ആണെന്നാണ്. ഭഗവാന്റെ നക്ഷത്രം കാർത്തികയല്ല, രോഹിണിയാണ്. ദോഷങ്ങൾ. ദേഷ്യം ഏറ്റവും വലിയ ശത്രു. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദോഷം ദേഷ്യമാണ്. കോപം വന്നാൽ ഇവർ ആരെ വേണമെങ്കിലും ഉപദ്രവിക്കും, ഭയമോ ഭേദചിന്തയോ ഇല്ലാതെ. അഹങ്കാരം. ആത്മാഭിമാനം ചിലപ്പോൾ അഹങ്കാരമായി മാറും. ഞാൻ ശരി, ബാക്കിയൊക്കെ തെറ്റ് എന്ന ഭാവം ഉണ്ടാവും. ക്ഷമക്കുറവ്. ഇവർ ഫലം ഉടനടി ആഗ്രഹിക്കുന്നവരാണ്. കാത്തിരിക്കാൻ ഇഷ്ടമല്ല. വിമർശന ഭാവം. സ്വഭാവം നേർമ കൂടുതലുള്ളതിനാൽ ഇവർ മറ്റുള്ളവരിൽ ദോഷം കണ്ടെത്തി വിമർശിക്കും. ഇത് ബന്ധങ്ങളെ ബാധിക്കും. ഒറ്റയ്ക്ക് ജീവിക്കൽ. ഇവർക്ക് മറ്റുള്ളവരോട് ആശ്രയിക്കാൻ ഇഷ്ടമില്ല. ഇത് ചിലപ്പോൾ ഒറ്റപ്പെടലിലേക്ക് നയിക്കും. കാർത്തിക നക്ഷത്രം. ആരോഗ്യം. ശരീരഭാഗങ്ങൾ: തല, മസ്തിഷ്കം, തലവേദന, മൈഗ്രെയിൻ, കണ്ണ്,
കണ്ണു ചുവക്കൽ, ദൃഷ്ടി ദൗർബല്യം, ചർമ്മം, ചൊറിച്ചിൽ, ത്വക്ക് രോഗം, റാഷസ്, ഉദരം, ആസിഡ് അല്ലെങ്കിൽ അസിഡിറ്റി, അൾസർ, കഴുത്ത്, ടോൺസിൽ, തൊണ്ടവേദന, അതുപോലെ ബ്ലഡ് പ്രഷർ, അനീമിയ, പ്രജനന ശക്തി ഹോർമോൺ അസന്തുലിതാവസ്ഥ. ദോഷകാരണങ്ങൾ. എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ? അഗ്നിദേവ ബന്ധം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്. ഇതുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ പിത്തദോഷം കൂടുതലാണ്. ശരീരത്തിൽ ചൂട് കൂടുതൽ, ദേഷ്യം വേഗം വരും. ഇത് രക്തസമ്മർദ്ദം ഉയർത്തും. ആസിഡ്, ദഹനക്ലേശം ഇവ ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ചർമ്മജ്വലനം അല്ലെങ്കിൽ സ്കിൻ ഇൻഫ്ലമേഷൻ. സൂര്യൻ അധിപൻ. സൂര്യൻ ഈ നക്ഷത്രത്തിൻ്റെ ഗ്രഹ അധിപനാകുന്നതിനാൽ കണ്ണ് പ്രശ്നങ്ങൾ. സൂര്യൻ കണ്ണിനെ ഭരിക്കുന്നു. ഹൃദയം ശ്രദ്ധ കൊടുക്കണം. അസ്ഥി, എല്ലുകൾ ദുർബലമാവാം. ആയുർവേദ ദൃഷ്ടിയിൽ പ്രകൃതി. പിത്തവാദം. ഒഴിവാക്കേണ്ട ഭക്ഷണം: അമിത എരിവ്, മുളക്, ഉഴിഞ്ഞ എണ്ണ, ബ്രെഡ് ഫുഡ്, അമിതമായ ഉപ്പ്, ആൽക്കഹോൾ, ലിവർ, ത്വക്ക് ദോഷം എന്നിവ ഉണ്ടാക്കും. കഴിക്കേണ്ട ഭക്ഷണം: ത്രിഫല ചൂർണം ദൈനംദിനം കഴിക്കാൻ ശ്രമിക്കുക. നെല്ലിക്ക ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് സഹായകം. ഇളനീർ ശരീരം തണുക്കാൻ സഹായിക്കും. മഞ്ഞൾ ചർമ്മദോഷ ശമനം. ഇഞ്ചി ദഹനം ശക്തിപ്പെടുത്തും. ശർക്കരയും നെയ്യും ചേർക്കുകയാണെങ്കിൽ പിത്തശമനം ഉണ്ടാവും. ഹരിതകങ്ങൾ ചീര, കറിവേപ്പില തുടങ്ങിയവ. രോഗം ഒഴിവാക്കാൻ പ്രധാന ടിപ്സ്: രാവിലെ ദിനചര്യ, സൂര്യ നമസ്കാരം 12 ആവർത്തി ദൈനംദിനം ചെയ്യുക. ത്രിഫല ചൂർണം ഉറക്കത്തിന് മുമ്പ് ചൂടുവെള്ളത്തിൽ. ഗോഘൃതം അല്ലെങ്കിൽ നെയ്യ് രാവിലെ 1 ടേബിൾ സ്പൂൺ. യോഗ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്തമം. ശവാസനം, ദേഷ്യം, സ്ട്രെസ് ശമനം. ശീതളി പ്രാണായാമം ശരീരം തണുക്കാൻ. ചന്ദ്രഭേദ പിത്തദോഷ ശമനം. ഭ്രാമരി തലവേദന, മൈഗ്രെയിൻ ശമനം. ജലചികിത്സ: ദൈനംദിനം 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക. ചെമ്പ് പാത്രത്തിൽ ഒരു രാത്രി വെള്ളം സൂക്ഷിച്ച് രാവിലെ കുടിക്കുക. ഇളനീർ ആഴ്ചയിൽ 3 തവണ. മാനസിക ആരോഗ്യം: കാർത്തിക നക്ഷത്രക്കാർ ദേഷ്യ സ്വഭാവമുള്ളവരാണ്. ഇത് മാനസിക ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കും. ശ്രദ്ധിക്കേണ്ട മാനസിക പ്രശ്നങ്ങൾ: ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഹൈപ്പർ ടെൻഷൻ, ദേഷ്യവും ബ്ലഡ് പ്രഷർ കൂടും. ഉറക്കക്ലേശം, ഓവർ തിങ്കിങ് ഉണ്ടാവും. ഡിപ്രഷൻ, ഒറ്റപ്പെടൽ തോന്നുമ്പോൾ. മാനസിക ആരോഗ്യ ടിപ്സ്: ദൈനംദിനം 20 മിനിറ്റ് ധ്യാനം ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. ഡയറി എഴുതുക. ഉള്ളിലുള്ളത് പുറത്ത് കളയുക. പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക. കാട്, പുഴ, കടൽ ഇവർക്ക് ഔഷധം. സംഗീതം കേൾക്കുക, പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് തുടങ്ങിയവ. ജ്യോതിഷ ആരോഗ്യ പരിഹാരങ്ങൾ: മാണിക്യം ധരിക്കുക. സൂര്യദേവന്റെ ശക്തി ഹൃദയം, കണ്ണ്, അസ്ഥി ശക്തിപ്പെടും. ഞായറാഴ്ച സ്വർണ്ണ മോതിരത്തിൽ ധരിക്കുക. ദൈനംദിന ദർഭ ഉപയോഗം: ദർഭപ്പുല്ല്, ദർഭജലം ആരോഗ്യ ദോഷശമനം. അഗ്നിഹോത്രം: ഓരോ ദിവസവും സന്ധ്യാസമയം ഒരു ദീപം തെളിയിക്കുക. കർപ്പൂരം കൊളുത്തി ദേവനെ വണങ്ങുക. അഗ്നിദോഷ ശമനത്തിന് സഹായകമാണ്. സൂര്യാർഘ്യം: ഓരോ ദിവസവും സൂര്യോദയ സമയത്ത് ചെമ്പ് പാത്രത്തിൽ ജലം കിഴക്ക് ദിശ നോക്കി സൂര്യന് നൽകുക. ഓം സൂര്യായ നമഃ 7 തവണ ജപിക്കുക. ഋതുശ്രദ്ധ: വേനൽ മാർച്ച് മെയ് സമയത്ത് ശരീരം ചൂടാവും. ഇളനീർ, ധാരാളം വെള്ളം കുടിക്കുക. മഴക്കാലം ജൂൺ ഓഗസ്റ്റ് സമയത്ത് ചർമ്മദോഷം, ജലദോഷം എന്നിവ വരാം. ഇഞ്ചി, തുളസി എന്നിവ ഉപയോഗിക്കുക. ശരത്കാലം സെപ്റ്റംബർ നവംബർ ദഹന പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഘുഭക്ഷണം സ്വീകരിക്കുക. ശൈത്യം ഡിസംബർ ഫെബ്രുവരി ശ്വാസക്ലേശം, ആവി അല്ലെങ്കിൽ ഇഞ്ചി കഷായം ഉപയോഗിക്കുക. ദീർഘായുസ്സിന് വേണ്ടി കാർത്തിക നക്ഷത്രക്കാർ ദേഷ്യം നിയന്ത്രിച്ചാൽ ദീർഘായുസ് ഉറപ്പ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ബ്ലഡ് പ്രഷർ കുറയും, ഹൃദ്രോഗ സാധ്യത കുറയും, ഉറക്കം മെച്ചപ്പെടും, ബന്ധങ്ങൾ ഊഷ്മളമാവും, ആയുസ് നീളും. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ രാവിലെ 108 തവണ ജപിക്കുക. ആരോഗ്യം, ഊർജം, ദീർഘായുസ് ലഭിക്കും. കാർത്തിക നക്ഷത്രം തൊഴിൽ ഫലം. കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിൽ സ്വഭാവം: കാർത്തിക നക്ഷത്രക്കാർ ജോലിയിൽ ഏറ്റവും കഠിനാധ്വാനികളാണ്. അഗ്നിദേവ ബന്ധം കൊണ്ട് ഇവർക്ക് ഊർജം, ആവേശം, ദൃഢനിശ്ചയം ഇവ ജന്മന ഉണ്ട്. ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും 100% ഉത്തരവാദിത്വത്തോടെ ചെയ്യും. തൊഴിൽ സ്വഭാവ സവിശേഷതകൾ: ദ്രുതഗതിയിൽ ജോലി ചെയ്യും, വേഗം ഇഷ്ടപ്പെടും. നേതൃത്വം: ടീമിനെ മുന്നിൽ നിന്ന് നയിക്കും. മേലധികാരിക്ക് വഴങ്ങില്ല. നീതിക്ക് വിരുദ്ധമെങ്കിൽ
ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ഇഷ്ടം, ക്ഷമക്കുറവ്, ഉടനടി ഫലം ആഗ്രഹിക്കും, ഉദ്യോഗ ഉയർച്ച, ആദ്യം ബുദ്ധിമുട്ട് പിന്നീട് ദ്രുതഗതിയിൽ. ഏറ്റവും അനുകൂലമായ തൊഴിൽ മേഖലകൾ: ഒന്നാം നിര, ഏറ്റവും ഉത്തമം, സൈന്യം, പോലീസ്, സുരക്ഷ. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും ഒത്ത മേഖല ഇതാണ്. ധൈര്യം, അച്ചടക്കം, ദേശഭക്തി ഇവ ജന്മന ഉള്ളതിനാൽ സൈനിക ജീവിതം ഇവർക്കൊരു ആഘോഷമാണ്. IPS, IAS, NSG, CRPF ഈ മേഖലകളിൽ ഉന്നതി ഉറപ്പ്. ഡോക്ടർ, പ്രത്യേകിച്ച് ശസ്ത്രക്രിയ, സർജറി. കാർത്തിക ചിഹ്നം കത്തിയാണ്. ഇതുകൊണ്ട് സർജനാകുന്നവർ ഈ നക്ഷത്രത്തിൽ ഉണ്ടാവും. ന്യൂറോ സർജൻ, കാർഡിയാക് സർജൻ, ഓർത്തോപീഡിക് സർജൻ ഈ മേഖലകളിൽ പ്രശസ്തി നേടും. സിവിൽ സർവീസ്, IAS, IPS, IFS, ഭരണരംഗം ഇവർക്ക് വളരെ നല്ലതാണ്. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ഇവർ ജീവൻ കൊടുക്കും. ഡിസ്ട്രിക്ട് കളക്ടർ, കമ്മീഷണർ ഈ സ്ഥാനങ്ങൾ ഇവർക്ക് ഏറ്റവും ഉചിതം. നിയമം, ലോ, ജുഡീഷ്യറി. നീതി, സത്യം ഇവ ഇഷ്ടപ്പെടുന്നവർ ആകയാൽ വക്കീൽ, ജഡ്ജ് ഈ മേഖലകളിൽ ഉന്നതി ഉറപ്പ്. രണ്ടാം നിര വളരെ അനുകൂലം. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്നി ലോഹമായിട്ടുള്ള ബന്ധം കാരണം, സിവിൽ എഞ്ചിനീയറിംഗ്, നിർമ്മാണാഗ്രഹം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഊർജ്ജബന്ധം. ശിക്ഷണ മേഖല, എഡ്യൂക്കേഷൻ. ജ്ഞാനദാഹമുള്ളവരാകിയാൽ അധ്യാപകർ, പ്രൊഫസർ ഈ മേഖലകളിൽ ഇവർ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവും. യൂണിവേഴ്സിറ്റി പ്രൊഫസർ, IIT ഫാക്കൽറ്റി ഇത്തരം ഉന്നത സ്ഥാനങ്ങൾ ലഭ്യമാകും. ആത്മീയ ജ്യോതിഷ മേഖല. ഇവർ ജ്ഞാനികളാകിയാൽ ജ്യോതിഷം, ആത്മീയ ഗുരു, വേദാധ്യാപകൻ ഈ മേഖലകളിൽ ഉന്നതി ഉണ്ടാവും. മൂന്നാം നിര, ഷെഫ് അല്ലെങ്കിൽ ഭക്ഷണ വ്യവസായം. അഗ്നിദേവ ബന്ധം ഉള്ളതിനാൽ തീ ഉപയോഗിക്കുന്ന ജോലികൾ ഇവർക്ക് നല്ലതാണ്. ഹോട്ടൽ ഷെഫ്, റെസ്റ്റോറൻറ്റ് ഓണർ, ഫുഡ് ഇൻഡസ്ട്രി തുടങ്ങിയവ. ഫിനാൻസ്, ഓഡിറ്റിംഗ്, CA, CMA, ഫിനാൻഷ്യൽ അനലിസ്റ്റ്. സൂര്യബന്ധം ഉള്ളതിനാൽ കണക്ക് ശക്തി ഉണ്ടാവും. ബിസിനസ് അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം. കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം ബിസിനസ്സാണ് നല്ലത്. ആരുടെ കീഴിലും ജോലി ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഒത്ത ബിസിനസ് ഹോസ്പിറ്റൽ, ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ്, സെക്യൂരിറ്റി ഏജൻസി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജ്വല്ലറി, കൺസൾട്ടൻസി തുടങ്ങിയവ നല്ലതാണ്. തൊഴിൽ ജീവിതത്തിലെ വെല്ലുവിളികൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേലധികാരിയുമായി ഘർഷണം. കാർത്തിക നക്ഷത്രക്കാർ ആർക്കും കീഴ്പ്പെടാൻ ഇഷ്ടമില്ലാത്തവർ. ഇത് ഓഫീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്ഷമ ഒരു ആഭരണമാക്കണം. ടീം വർക്ക് ബുദ്ധിമുട്ട്. ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ഇഷ്ടം. ടീമിൽ ചേരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. ദേഷ്യം, ജോലി നഷ്ടം. ദേഷ്യം വന്നാൽ ഇവർ കടുത്ത വാക്കുകൾ പറഞ്ഞേക്കാം. ഇത് ജോലി, ബിസിനസ് ബന്ധങ്ങൾ ഉലയ്ക്കും. ദേഷ്യം വന്നാൽ 10 നിമിഷം ശ്വാസം നിയന്ത്രിക്കുക. ഉടനടി ഫലമാഗ്രഹം. ക്ഷമയില്ലാതെ മധ്യവഴിയിൽ ജോലി ഉപേക്ഷിക്കാം. ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുക. തൊഴിൽ ഉന്നതിക്കുള്ള ജ്യോതിഷ പരിഹാരം. ദൈനംദിനം സൂര്യാർഘ്യം. രാവിലെ ജോലിക്ക് പോകും മുൻപ് ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 21 തവണ ജപിക്കുക. കാർത്തികേയ നാമം ഓം ശരവണഭവ 108 തവണ ജപിക്കുക. ഞായറാഴ്ച മാണിക്യം ധരിക്കുക. അത് ഉദ്യോഗ ഉയർച്ചയ്ക്ക് സഹായകമാണ്. ഗോതമ്പ്, ശർക്കര തുടങ്ങിയവ ദാനം ചെയ്യുക. ഓഫീസ് ജോലിക്ക് പോകും മുൻപ് ഒരു ദീപം തെളിയിക്കുക. ഓഫീസ് ടേബിളിൽ ചെറിയ ഗണേശന്റെ വിഗ്രഹം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ വിഗ്രഹം സ്ഥാപിക്കുക. പ്രയത്നം പ്ലസ് ദൈവഭക്തി പ്ലസ് ദേശീയനിയന്ത്രണം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിത വിജയം. കാർത്തിക നക്ഷത്രം വൈവാഹിക ജീവിതം, പ്രണയ സ്വഭാവം. കാർത്തിക നക്ഷത്രക്കാർ ആഴത്തിൽ തീവ്രമായി സ്നേഹിക്കുന്നവരാണ്. അഗ്നി പോലെ ഒന്നെങ്കിൽ പൂർണ്ണമായും കത്തും, അല്ലെങ്കിൽ ഇല്ല. ഇടത്തര സ്നേഹം ഇവർക്ക് അറിയില്ല. പ്രണയ സ്വഭാവ സവിശേഷതകൾ: ഒറ്റ ഇഷ്ടം. ഒരിക്കൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഒരാൾ മാത്രം. വഞ്ചന ഒരിക്കലും ക്ഷമിക്കില്ല. ബന്ധം അവിടെ അവസാനിക്കും. ഉടമസ്ഥ ഭാവം അല്ലെങ്കിൽ പൊസസീവ്നെസ്. എൻ്റെ ആൾ എന്ന ചിന്ത കൂടുതലായിരിക്കും. ആദർശ പ്രണയം. സിനിമ പോലുള്ള സ്നേഹം ആഗ്രഹിക്കും. ദേഷ്യം. പ്രണയത്തിലും ദേഷ്യം കടന്നു വരും. ഇത് ബന്ധം ഉലയ്ക്കും. വൈവാഹിക ജീവിതം ഗുണങ്ങൾ. കാർത്തിക നക്ഷത്രക്കാർ ജീവിത പങ്കാളിയായാൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായി ഏറ്റവും വിശ്വസ്തർ. ഒരിക്കൽ വിവാഹം കഴിഞ്ഞാൽ ആ ബന്ധം ഇവർക്ക് ജീവനാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യും. കുടുംബ സംരക്ഷണം. കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും. ഭർത്താവ്, ഭാര്യ, കുട്ടികൾ ഇവർക്കൊരു കുഴപ്പം വരാതിരിക്കാൻ ഏതറ്റം വരെയും പോകും. ഭൗതിക ഉത്തരവാദിത്വം. കുടുംബത്തിന് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തും. ഇവർ ഉള്ളിടത്ത് ഒരിക്കലും ഭക്ഷണ പണക്ലേശം ഉണ്ടാവില്ല. ശക്തമായ ഗൃഹനേതൃത്വം. കുടുംബകാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കും. ആ തീരുമാനം 99% ശരിയാകും. കുട്ടികളോട് ആഴത്തിൽ സ്നേഹം.
മക്കളുടെ ഭാവി ഉറപ്പുവരുത്താൻ ഏത് ക്ലേശവും സഹിക്കും. വൈവാഹിക ജീവിതം ദോഷങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഷ്യം തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി. ദേഷ്യം വന്നാൽ കടുത്ത വാക്കുകൾ. ഈ വാക്കുകൾ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ദേഷ്യം കഴിഞ്ഞ ശേഷം ഇവർ ക്ഷമ ചോദിക്കും, പക്ഷേ മുറിവ് ഉണങ്ങാൻ സമയം വേണം. ആധിപത്യഭാവം. എൻ്റെ വഴിക്ക് നടക്കണം. ഈ ഭാവം ജീവിത പങ്കാളിക്ക് ശ്വാസമുട്ടൽ ഉണ്ടാക്കും. ഇണയ്ക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടത് ആവശ്യം. ക്ഷമയില്ലായ്മ. ഇണ ഒരു കാര്യത്തിൽ വൈകിയാലും അസ്വസ്ഥമാവും. ചെറിയ കാര്യങ്ങളിൽ ഓവർ റിയാക്ഷൻ ഉണ്ടാവും. ഭൂതകാലം ഓർക്കും. ഒരിക്കൽ ഇണ ഉണ്ടാക്കിയ ചെറിയ ദോഷം പോലും ഇവർ വർഷങ്ങളോളം ഓർക്കും. ഇത് ബന്ധം ഉലയ്ക്കും. അഹങ്കാരം. ക്ഷമ ചോദിക്കില്ല. ചിലപ്പോൾ തെറ്റ് ഇവരുടേതാണെങ്കിലും ആദ്യം ക്ഷമ ചോദിക്കില്ല. അഹം ഇവരെ തടയും. കാർത്തിക നക്ഷത്ര സ്ത്രീ ഭാര്യയായാൽ ഗുണങ്ങൾ: ആദർശ ഗൃഹിണി, വീടിനെ സ്വർഗമാക്കും. ഭർത്താവ് ഇവൾക്ക് ദൈവമാണ്. ഭർതൃഭക്തി അത്യധികം. കുട്ടികൾ ഇവളുടെ ജീവനാണ്. മക്കൾക്ക് വേണ്ടി ലോകം ജയിക്കും. പാചകം അത്ഭുത പാചകക്കാരി. ഭർതൃഗൃഹത്തെ ഭക്ഷണ സ്വർഗമാക്കും. സ്വത്ത് സംരക്ഷണം, കുടുംബസ്വത്ത് കാക്കാൻ ചാണക്യ ബുദ്ധി. ദോഷങ്ങൾ: ഭർതൃഗൃഹത്തിൽ ആധിപത്യമുണ്ടാക്കാം. ബന്ധുക്കളോട് ഘർഷണം. ദേഷ്യം, ഭർത്താവിനോട് കടുത്ത വാക്കുകൾ പ്രയോഗിക്കാം. ഉടമസ്ഥഭാവം, ഭർത്താവ് മറ്റ് സ്ത്രീകളോട് സംസാരിച്ചാൽ അസൂയുണ്ടാവും. അമ്മായിയമ്മ ബന്ധം ഇണക്കേണ്ടത് ആവശ്യം, ക്ഷമ വേണം. കാർത്തിക നക്ഷത്ര പുരുഷൻ ഭർത്താവായ ഗുണങ്ങൾ: ഭാര്യ, കുടുംബം ഇവർക്ക് വേണ്ടി ഏത് ക്ലേശവും സഹിക്കും. സാമ്പത്തിക ഉത്തരവാദിത്വം, ഭാര്യയ്ക്ക് ഒരു ക്ലേശവും ഇല്ലാതെ നോക്കും. ധൈര്യം, ഭാര്യ, കുട്ടികൾ ഇവരെ ഏതൊരു ആപത്തിൽ നിന്നും രക്ഷിക്കും. ബഹുമാനം, ഭാര്യയ്ക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉറപ്പുവരുത്തും. ദോഷങ്ങൾ: ദേഷ്യം, ഭാര്യയോട് കഠിനമായി സംസാരിക്കും, പിന്നീട് ദുഃഖിക്കും. ആധിപത്യം, ഭാര്യ എൻ്റെ വഴിക്ക് നടക്കണം, ഈ ഭാവം ഉണ്ടാവും. ഇഗ്നോർ, ജോലി, ഉദ്ദേശലക്ഷ്യം ഇവയ്ക്ക് വേണ്ടി ഭാര്യയെ അവഗണിക്കും. ക്ഷമ ചോദിക്കില്ല, അഹം കടന്നു വരും. ആദർശ ജീവിത പങ്കാളി. നക്ഷത്ര ചേർച്ച: ഏറ്റവും അനുകൂലം ഒന്നാം ചേർച്ച ഉത്ര നക്ഷത്രം. കാർത്തിക പ്ലസ് ഉത്രം, ഇത് ഏറ്റവും ഉത്തമ ജോഡി. ഉത്ര നക്ഷത്രക്കാരുടെ ശാന്ത സ്വഭാവം കാർത്തികയുടെ ദേഷ്യം ശമിപ്പിക്കും. ഈ ബന്ധം ആജീവനാന്തം ആകും. ഭരണി നക്ഷത്രം. ഭരണി പ്ലസ് കാർത്തിക, ശുക്രൻ പ്ലസ് സൂര്യബന്ധം. ഇത് ഭൗതിക സുഖം, പ്രണയത്തിൻ്റെ ആഴം ഇവ ഒരേ സമയം നൽകും. പൂരം നക്ഷത്രം. ഭൗതിക ജീവിതം, കുടുംബ സൗഖ്യം ഇവ ഉറപ്പ്. നല്ല ചേർച്ച രണ്ടാം നിരയിലുള്ളത്. രോഹിണി സ്നേഹ ആഴം, ഭൗതിക സുഖം. മകം ഊർജ സാദൃശ്യം, നേതൃത്വ ഗുണം. ഉത്രട്ടാതി ആത്മീയ ബന്ധം, ക്ഷമ. അശ്വതി ഊർജം, ആഗ്രഹശക്തി. വൈവാഹിക ജീവിതം ഘട്ടം ഘട്ടമായി. വിവാഹ ആദ്യകാലം 1 മുതൽ 5 വർഷം വരെയുള്ളത്. ആദ്യ 1-2 വർഷം അഡ്ജസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും. ദേഷ്യം, ആധിപത്യഭാവം ഇക്കാലം ഏറ്റവും കൂടുതൽ. ഈ കാലം ക്ഷമ കൊണ്ട് കടന്നു പോകണം. മധ്യകാലം 5 മുതൽ 15 വർഷം വരെയുള്ളത്. ബന്ധം ദൃഢമാകും, പരസ്പര ബഹുമാനം വളരും. കുട്ടികൾ, ബന്ധം കൂടുതൽ ഊഷ്മളം. പ്രൗഢകാലം 15+ വർഷം, ഏറ്റവും മനോഹരമായ കാലം. ദേഷ്യം കുറയും, ഇണ ജീവനാകും. ഈ ജോഡി ആദർശ ദമ്പതിമാരാകും. വൈവാഹിക ക്ലേശ കാരണങ്ങൾ: ദോഷഗ്രഹസ്ഥാനം, ചൊവ്വാദോഷം. കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വാദോഷമുണ്ടെങ്കിൽ വൈകിയ വിവാഹം, ജീവിത പങ്കാളിയുമായി ഘർഷണം, ചൊവ്വാദോഷമുള്ള ഇണ ആകുന്നത് ഏറ്റവും ഉത്തമം. ശനി ദൃഷ്ടി 7-ാം ഭാവത്തിൽ. വൈവാഹിക ജീവിതം വൈകും, ബന്ധത്തിൽ ഉദ്വേഗമുണ്ടാവും. ക്ഷമ കൊണ്ട് മറികടക്കാം. വൈവാഹിക ജീവിതം ശക്തിപ്പെടുത്താൻ ദൈനംദിനം ഇണയ്ക്ക് ഒരിക്കലും ഇല്ലാത്ത 3 വാക്കുകൾ. ക്ഷമിക്കണം, ഇത് ആദ്യം പറയാൻ ശ്രമിക്കുക. നന്ദി, ഇണ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക്. ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ലവ് യു ഇടയ്ക്കിടെ പറയുക. ദേവ ആരാധന, ഉമാമഹേശ്വര പൂജ. ദമ്പതി ഒരുമിച്ച് ആഴ്ചയിലൊരിക്കൽ. കാർത്തികേയ ക്ഷേത്ര ദർശനം, ഓരോ മാസവും ദമ്പതി ഒരുമിച്ച്. ശുക്രദേവ ആരാധന, വ്യാഴം ശുക്രാരാധന ബന്ധമൂഷ്മളമാക്കും. ദമ്പതിമാർ ഒരുമിച്ച് ധരിക്കേണ്ടത്: ഭർത്താവ് മാണിക്യം, ഭാര്യ മരതകം അല്ലെങ്കിൽ പവിഴം. ഇത് ദമ്പതി ഒരുമയ്ക്ക് ഏറ്റവും ഫലദായകം. വ്രതം: ഓരോ ശുക്രവാരവും ലക്ഷ്മി ദേവി ആരാധന, ദമ്പതി ഒരുമ ഊഷ്മളമാകും. ഉമാമഹേശ്വര വ്രതം, ദമ്പതി ഒരുമ, ചൊവ്വാദോഷ ശമനം. ഉപസംഹാരം:
കാർത്തിക നക്ഷത്രക്കാരുടെ വൈവാഹിക ജീവിതം അഗ്നി പോലെയാണ്. ദേഷ്യം ആ അഗ്നിബന്ധം ദഹിപ്പിക്കും. സ്നേഹം ആ അഗ്നിബന്ധം ദൈവിക ജ്യോതിയാക്കും. ദേഷ്യം നിയന്ത്രിക്കുക, ഇണയ്ക്ക് സ്വാതന്ത്ര്യം നൽകുക, ക്ഷമ ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാരുടെ വൈവാഹിക ജീവിതം സ്വർഗമാവും. ഓം ഉമാമഹേശ്വരായ നമഃ. ദമ്പതി ഒരുമിച്ച് ദൈനംദിനം ജപിക്കൂ. ബന്ധം ആജീവനാന്തമാകും. കാർത്തിക നക്ഷത്രം ദോഷപരിഹാരങ്ങൾ. കാർത്തിക നക്ഷത്രക്കാരുടെ പ്രധാന ദോഷങ്ങൾ. പരിഹാരം അറിയും മുമ്പ് ദോഷം മനസ്സിലാക്കണം. ദേഷ്യദോഷം, ചൊവ്വയുടെയും അഗ്നിയുടെയും ബന്ധം. ഇതിലൂടെ ബന്ധനഷ്ടം, ജോലി നഷ്ടം എന്നിവ ഉണ്ടാവാം. ചൊവ്വാദോഷം, ചൊവ്വ ദുർബല സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് വൈവാഹിക ക്ലേശം ഉണ്ടാവും. സൂര്യദോഷം, സൂര്യൻ ദുർബലമായതുകൊണ്ട് ആരോഗ്യ ഉദ്വേഗ ക്ലേശം ഉണ്ടാവും. അഹംദോഷം, സൂര്യ ഇക്കോബന്ധ ഉദ്വേഗ ഘർഷണം ഉണ്ടാവും. ആർഭാടദോഷം, ഭൗതിക ആഗ്രഹം, ധനനഷ്ടം എന്നിവ ഉണ്ടാവും. ശത്രുദോഷം, ഉഗ്രസ്വഭാവമാണ്, ശത്രുക്കളുടെ ഏറ്റം. കാൽസർപ്പദോഷം, രാഹുകേതു ബന്ധം മൂലം ജീവിതക്ലേശം ഉണ്ടാവും. ദേവ ആരാധന ദോഷശമനത്തിനായി. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭഗവാൻ കാർത്തികേയൻ ഏറ്റവും ഇഷ്ടദേവൻ. ഇദ്ദേഹത്തിൻ്റെ ആരാധന എല്ലാ ദോഷങ്ങളും ശമിപ്പിക്കും. ആരാധന വിധം: ഓരോ ചൊവ്വ ശുക്ര ദിവസവും ക്ഷേത്ര ദർശനം, ഷഡ്ദർശനം, 6 സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം. മയിൽ, കോഴി ഇവ ദേവന് പ്രിയം, ഉപദ്രവിക്കരുത്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ: തൃശ്ശൂർ പായമ്മൽ ക്ഷേത്രം, കൊല്ലം ആദിനാട് ക്ഷേത്രം, പത്തനംതിട്ട ആറന്മുള ക്ഷേത്രം. സൂര്യദേവ ആരാധന ഓരോ ഞായറാഴ്ചയും സൂര്യോദയ സമയം കിഴക്ക് ദിശ നോക്കി നിൽക്കുക. ചെമ്പ് പാത്രത്തിൽ ജലം 7 ആവർത്തി സൂര്യന് നൽകുക. ചുവന്ന പൂക്കൾ ദേവന് നൽകുക. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 108 തവണ ജപിക്കുക. ഭഗവാൻ ശിവ ആരാധന ഓരോ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം, ശിവലിംഗത്തിൽ ജലം, പാല് എന്നിവ നൽകുക. ഓം നമഃ ശിവായ 108 തവണ ജപിക്കുക. ശിവരാത്രി ഉപവാസം, ഉറക്കമൊഴിക്കൽ. അഗ്നിദേവ ആരാധന ഓരോ ദിവസവും സന്ധ്യാസമയം ഒരു ദീപം തെളിയിക്കുക. കർപ്പൂരം കൊളുത്തി ദേവനെ വണങ്ങുക. ഓം അഗ്നേയ നമഃ 21 തവണ ദൈനംദിനം. മന്ത്രങ്ങൾ ദോഷമനുസരിച്ച്. കാർത്തിക നക്ഷത്ര മൂലമന്ത്രം ഓം ശരവണഭവ. ഈ മന്ത്രം ദൈനംദിനം 108 തവണ ജപിക്കുക. എല്ലാ ദോഷങ്ങൾക്കും ഇത് ഒറ്റ ഉത്തരം. ദോഷമനുസരിച്ചുള്ള മന്ത്രം: ദേഷ്യദോഷം ഓം ശാന്തി 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 108 തവണ ജപിക്കുക. ചൊവ്വാദോഷം ഓം ക്രാം ക്രീം ക്രൗം സ ഭൗമായ നമഃ 108 തവണ ജപിക്കുക. സൂര്യദോഷം ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 108 തവണ ജപിക്കുക. സൂര്യദോഷം ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 108 തവണ ജപിക്കുക. ശത്രുദോഷം ഓം ദുർഗായ നമഃ 108 തവണ ജപിക്കുക. ധനദോഷം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ 108 തവണ. കാൽസർപ്പദോഷം ഓം നാഗേഭ്യോ നമഃ 108 തവണ. ആരോഗ്യദോഷം ഓം ആദിത്യ ഹൃദയം ദൈനംദിനം. വൈവാഹിക ദോഷം ഓം ഉമാമഹേശ്വരായ നമഃ 108 തവണ. കാർത്തിക നക്ഷത്ര ഗായത്രി മന്ത്രം: ഓം അഗ്നിദേവായ വിദ്മഹേ ശക്തിഹസ്തായ ധീമഹി തന്നോ അഗ്നി പ്രചോദയാത്. ഇത് ദൈനംദിന 21 തവണ. ഊർജം, ആരോഗ്യം, ജ്ഞാനം ഏറ്റവും ഫലദായകം. വ്രതങ്ങൾ ദോഷശമനത്തിനുള്ളത്: ആഴ്ചതോറും. ഞായർ സൂര്യവ്രതം, ആരോഗ്യം, ഉദ്യോഗോന്നതിക്ക്. തിങ്കൾ ശിവവ്രതം, മനഃശാന്തി, ദേഷ്യശമനം. ചൊവ്വ ഹനുമത് വ്രതം, ചൊവ്വാദോഷ ശമനം. വെള്ളിയാഴ്ച ദേവീവ്രതം, വൈവാഹിക സൗഖ്യം. ഓരോ മാസവും കാർത്തിക നക്ഷത്ര ദിവസം ഉപവാസം. കാർത്തികേയ ക്ഷേത്ര ദർശനം. ഈ ദിവസം 6 ദീപം 6 ദിക്കിലും തെളിയിക്കുക. ഷഡ്ദേവി ആരാധനയുടെ ഭാഗമായി. വർഷം തോറും കാർത്തിക മാസം നവംബർ ഡിസംബർ സമയത്താണ് വരാറുള്ളത്. കാർത്തിക നക്ഷത്ര ദിവസം ഏറ്റവും പ്രധാനം ദീപദർശനം. ക്ഷേത്രത്തിൽ 6 ദിവസം ഉപവാസം. കാർത്തിക ഷഷ്ടി, സ്കന്ദഷഷ്ടി 6 ദിവസം ഉപവാസം. ഏറ്റവും ശക്തമായ പരിഹാരം: ദേഷ്യം, ശത്രു, ചൊവ്വാദോഷം ഇവ ഒക്കെ ശമിക്കും. ദാനം ദോഷശമനം. ദോഷം അനുസരിച്ചുള്ള ദാനം: സൂര്യദോഷം ഗോതമ്പ്, ചുവന്ന തുണി, ശർക്കര തുടങ്ങിയവ ഞായറാഴ്ചകളിൽ ദാനം ചെയ്യുക. ചൊവ്വാദോഷം ചുവന്ന പയർ, ചുവന്ന വസ്ത്രം തുടങ്ങിയവ ചൊവ്വാഴ്ചകളിൽ ദാനം ചെയ്യുക. ദേഷ്യദോഷം മധുരം, ഭക്ഷണം തുടങ്ങിയവ ദരിദ്രർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക.
ധനദോഷം, ഗോദാനം, ഭൂദാനം എന്നിവ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. ആരോഗ്യദോഷം, ഔഷധം, ദരിദ്രർക്ക് ഡോക്ടർ ഫീ കൊടുക്കുക, അത് ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. വൈവാഹിക ദോഷം, വിവാഹിതരായ ദമ്പതികൾക്ക് വസ്ത്രം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ഫലദായക ദാനങ്ങൾ: 1. ഭക്ഷണദാനം, ദൈനംദിനം ഒരു ദരിദ്രന് ഭക്ഷണം, ഏറ്റവും ഫലദായകം. ഓർഫനേജ്, വൃദ്ധസദൻ, ഇവിടെ ഭക്ഷണം കൊടുത്താലും മതി. വിദ്യാദാനം, ദരിദ്ര കുട്ടികൾക്ക് ഫീ, പുസ്തകം, ഉടുപ്പ് തുടങ്ങിയവ നൽകുക, ഇത് ഏറ്റവും ശ്രേഷ്ഠദാനം, ജ്ഞാനദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കുന്നു. ഗോദാനം, ഒരു പശു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദാനം ചെയ്യുക, ദൈനംദിനം പശുക്കൾക്ക് പുല്ല്, ഭക്ഷണം എന്നിവ നൽകുക. ദീപദാനം, ക്ഷേത്രത്തിൽ ദൈനംദിനം ദീപം, ഇത് ദേഷ്യദോഷം, ശത്രുദോഷമൊക്കെ ശമിപ്പിക്കും. ഹോമം അല്ലെങ്കിൽ യജ്ഞം, സൂര്യഹോമം, ഞായർ, ഗോതമ്പ്, ഘൃതം, കർപ്പൂരം ഉപയോഗിച്ച് ഹോമം, സൂര്യോദയ സമയം ഏറ്റവും ഫലദായകം. ഫലം: ഉദ്യോഗോന്നതി, ആരോഗ്യം, ദേഷ്യശമനം. സുബ്രഹ്മണ്യ ഹോമം, ഷഡ്ദേവ ഹോമം, 6 ദേവിമാർക്ക് സ്കന്ധഷഷ്ടി, ഈ ദിവസം ഹോമം ഏറ്റവും ഫലദായകം. ഫലം: ചൊവ്വാദോഷം, ശത്രുദോഷം, ദേഷ്യദോഷ ശമനം. മൃത്യുഞ്ജയ ഹോമം, ആരോഗ്യദോഷ ശമനം, ഏറ്റവും ഫലദായകം. ജ്യേഷ്ഠ ആർദ്ര ദശകാലം ഇത് ചെയ്യുക. ഓം ത്രയംബകം യജാമഹേ 1008 തവണ ജപിക്കുക. നവഗ്രഹ ഹോമം, ഓരോ വർഷവും ഒരിക്കൽ, ഗ്രഹദോഷ ശമനം, സർവദോഷ നിവൃത്തി. ഫലം: ദശഫലം ഇരട്ടിക്കും. ചൊവ്വാദോഷ പരിഹാരം വിശദമായി. കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വാദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കും. ദോഷലക്ഷണങ്ങൾ: വൈകിയ വിവാഹം, ദാമ്പത്യ ഘർഷണം, ദേഷ്യം ഏറ്റവും കൂടും, ആകസ്മിക ക്ലേശം. പരിഹാരങ്ങൾ: ഹനുമത് ആരാധന, ഓരോ ദിവസവും ഓരോ ചൊവ്വാ ദിവസവും ഹനുമത് ക്ഷേത്ര ദർശനം, ഹനുമത് ചാലിസ 40 ദിവസം ദൈനംദിനം, ഓം ഹനുമതേ നമഃ 108 തവണ. സുബ്രഹ്മണ്യ ആരാധന, ഷഡ്ദർശനം, 6 സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, ഓം ശരവണഭവ 108 തവണ ദൈനംദിനം. ചൊവ്വ ഉപവാസം, ഓരോ ചൊവ്വാ ദിവസവും ഉപവാസം, ഭക്ഷണം ഒരു നേരം മാത്രം, ചുവന്ന ഭക്ഷണം ഒഴിവാക്കുക. ചൊവ്വാദോഷ പൂജ, നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വ പൂജ, 45 ദിവസം ദൈനംദിനം. ദൈനംദിന ദോഷശമന ദിനചര്യ: രാവിലെ 6 മുതൽ 8 വരെ, ഉണർന്ന ഉടൻ ഓം ശരവണഭവ 3 തവണ, സൂര്യദർശനം കിഴക്ക് ദിശ, സൂര്യാർഘ്യം ജലം 7 ആവർത്തി, ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 21 തവണ, സൂര്യ നമസ്കാരം 12 ആവർത്തി. ഉച്ചയ്ക്ക് 12 മണി ഓം നമഃശിവായ 21 തവണ. ഭക്ഷണം ദൈവനൈവേദ്യം ആദ്യം. സന്ധ്യ 6 മണിക്ക് നിലവിളക്ക് ഗൃഹത്തിൽ കത്തിക്കുക. ഓം ദുർഗായ നമഃ 21 തവണ. ക്ഷേത്ര ദർശനം ആഴ്ചയിൽ 3 തവണ. രാത്രി 9 മണിക്ക് ഓം ശരവണഭവ 108 തവണ. ത്രിഫല ചൂർണം ഉറക്കത്തിന് മുമ്പ്. ക്ഷേത്ര ദർശനം ദോഷശമനം. തമിഴ്നാട്ടിൽ ഷഡ്ദർശനം, പഴനി ദിണ്ടിക്കലുള്ളത് ദേശീയ ശമനം, തിരുപ്പരംകുൻട്രം മധുരയിലുള്ളത് ചൊവ്വദോഷ ശമനം, തിരുച്ചെന്തൂർ തൂത്തുക്കൊടി ശത്രുദോഷ ശമനം, സ്വാമിമലൈ കുംഭകോണം ജ്ഞാനദോഷ ശമനം, തിരുത്തണി ചെന്നൈ ഗ്രഹദോഷ ശമനം, പഴമിതുർ ചോലൈ മധുരൈ സർവദോഷ ശമനം. ആയുർവേദ ദോഷ ശമനം. ദൈനംദിനം കഴിക്കേണ്ടത്: ബ്രഹ്മി ദേശീയ ശമനം, മനഃശക്തി, ജഡാമാഞ്ചി ഉത്കണ്ഠ ശമനം, ശതാവരി ഹോർമോൺ ക്രമം, അശ്വഗന്ധ സ്ട്രെസ് ശമനം, ഊർജം. ഒഴിവാക്കേണ്ടത്: അമിത എരിവ്, ഉഴിഞ്ഞ എണ്ണ, ഉറക്കം കുറയ്ക്കൽ എന്നിവ ഒഴിവാക്കുക. ആരോഗ്യദോഷ ശമനം: ഘൃതം ദൈനംദിനം 1 ടേബിൾ സ്പൂൺ, ത്രിഫല ചൂർണം രാത്രി ഉറക്കത്തിന് മുമ്പ്, നെല്ലിക്ക ദൈനംദിനം. ആഹാരക്രമം 3 നേരം ക്രമഭക്ഷണം. കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദോഷം ദേഷ്യമാണ്. ഈ ഒരു ദോഷം നിയന്ത്രിച്ചാൽ ബന്ധദോഷം ഇല്ലാതാവും, ഉദ്യോഗദോഷം ഇല്ലാതാവും, ആരോഗ്യദോഷം 50% കുറയും, ധനദോഷം ഇല്ലാതാവും, ജീവിതം ആനന്ദപൂർണ്ണമാവും. ഓം ശരവണഭവ ദൈനംദിനം 108 തവണ. കാർത്തിക നക്ഷത്രക്കാരുടെ സർവദോഷ ശമന മഹാമന്ത്രം. ദൈവഭക്തി, ദേശീയ നിയന്ത്രണം, ദാനം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിത വിജയമായി കണക്കാക്കാം. കാർത്തിക നക്ഷത്രം ദശഫലം. പ്രായസഹിതം. ദശ എന്നാൽ എന്ത്? ഭാരതീയ ജ്യോതിഷത്തിൽ വിംശോത്തരി ദശ സമ്പ്രദായമാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന്റെ 120 വർഷ ജീവിതം 9 ഗ്രഹങ്ങൾ ഭരിക്കുന്നു. കാർത്തിക നക്ഷത്രം സൂര്യദശയിലാണ് ആരംഭിക്കുന്നത്. ജനന സമയത്ത് ചന്ദ്രൻ നക്ഷത്രത്തിൽ എത്ര ഡിഗ്രി കടന്നു എന്നതിനനുസരിച്ച് ആദ്യ ദശ, ബാക്കി കാലം വ്യത്യാസപ്പെടും. ഇവിടെ പൂർണ്ണദശ മുതൽ കണക്കാക്കുന്നു. ദശക്രമം പ്രായസഹിതം. ദശക്രമം: സൂര്യൻ 6 വർഷം 6 വയസ്സ് വരെ. രണ്ടാമത്തെ ദശ ചന്ദ്രനാണ്. ചന്ദ്രൻ 10 വർഷമാണ്, 6 മുതൽ 16 വയസ്സ് വരെ.
ചൊവ്വ 7 വർഷം 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. രാഹു 18 വർഷമാണ് 23 വയസ്സ് മുതൽ 41 വയസ്സ് വരെ. വ്യാഴം 16 വർഷം 41 മുതൽ 57 വയസ്സ് വരെ. ശനി 19 വർഷമാണ് 57 വയസ്സ് മുതൽ 76 വയസ്സ് വരെയാണ്. ബുധൻ 17 വർഷം 76 വയസ്സ് മുതൽ 93 വയസ്സ് വരെ. കേതു 7 വർഷമാണ് 93 വയസ്സ് മുതൽ 100 വയസ്സ് വരെ. ശുക്രൻ 20 വർഷമാണ് 100 മുതൽ 120 വർഷം വരെ. ആകെ 120 വർഷമാണ് ദശ കാലദൈർഘ്യം. സൂര്യദശ 6 വർഷം, പ്രായം 6 വയസ്സ് വരെ. ജനനം മുതൽ 6 വയസ്സ് വരെ. ബാല്യകാലം. കുട്ടിക്ക് ആരോഗ്യം, ഊർജം ഈ കാലത്തുണ്ടാവും. കുടുംബം, പ്രത്യേകിച്ച് പിതാവ് ഈ കാലത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തും. ജീവിതഫലം. ഈ കാലത്ത് വിദ്യാഭ്യാസ ആരംഭം, ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന കുടുംബ പശ്ചാത്തലം, ഉദ്യോഗ ഉയർച്ച, ജോലി ചെയ്യുന്നവർക്ക് അധികാരസ്ഥാനം. ശ്രദ്ധ. അഹം ഈ ദശ ഈഗോ കൂടും. നിയന്ത്രിക്കുക. കണ്ണ്, ഹൃദയ, ആരോഗ്യ ശ്രദ്ധ. പരിഹാരം. സൂര്യാർക്കം ദൈനംദിനം ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ 108 തവണ. ചന്ദ്രദശ 10 വർഷമാണ്, പ്രായം 6 മുതൽ 16 വയസ്സ് വരെ. ബാല്യം മുതൽ കൗമാരം വരെ. സ്കൂൾ ജീവിതം, അമ്മയുടെ സ്നേഹം, ആദ്യ സൗഹൃദങ്ങൾ. ഈ കാലം ഏറ്റവും വൈകാരികം. ജീവിതഫലം. പഠനം, നല്ല കാലം, ഓർമ്മശക്തി ഉയർന്നത്. കലാവാസന ഈ കാലം ഉണർന്നു വരും. അമ്മ ഈ ദശ അമ്മയുമായി ഏറ്റവും അടുപ്പം, ഉന്നതി. ശ്രദ്ധ. മാനസിക ആരോഗ്യം, വൈകാരിക ഏറ്റക്കുറച്ചിൽ, ഉറക്ക ക്ലേശം, ഭൂതകാല ഓർമ്മ കൂടും. ദഹന ക്ലേശം ഇടയ്ക്കിടെ ഉണ്ടാവും. പരിഹാരം. ചന്ദ്രദർശനം ഓരോ പൗർണമിയും ഓം ശ്രാം ശ്രീം ശ്രൗം ച ചന്ദ്രമസേ നമഃ 108 തവണ ജപിക്കുക. ചൊവ്വാദശ 7 വർഷമാണ്, പ്രായം 16 മുതൽ 23 വയസ്സ് വരെ. കൗമാരം മുതൽ യൗവനം. ഏറ്റവും ഊർജ്ജപൂർണമായ കാലം. ഈ കാലം ദേഷ്യവും ആഗ്രഹശക്തിയും ഒരേ സമയം ഉണ്ടാകും. ജീവിതഫലം. ഉന്നത വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഈ കാലത്ത് സാധ്യമാണ്. ആദ്യ ജോലി, ഊർജ്ജത്തോടെ ആരംഭം. സൈന്യം, പോലീസ് ഈ കാലം ചേർന്നാൽ ഏറ്റവും നല്ലത്. ഭൂ ഇടപാടുകൾ ലാഭദായകമാവും. ആദ്യ പ്രണയം ഈ കാലത്ത് ഉണ്ടാവും. ഈ ദശയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം ഈ ദശയിൽ കൂടുതലായിരിക്കും. ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാവും. അപകടം, ദ്രുതഗതി, ഊർജ്ജ ജോലി എന്നിവയിൽ ശ്രദ്ധ. ചൊവ്വാദോഷമുള്ളവർ ഇരട്ടി ശ്രദ്ധിക്കണം. വൈവാഹിക തീരുമാനം ധൃതിയായിട്ട് തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പരിഹാരം. ഹനുമാൻ ആരാധന ചൊവ്വാദോഷ ശമനത്തിന് നല്ലതാണ്. ചൊവ്വ ദിവസം ഉപവാസം ചെയ്യുന്നത് നല്ലതാണ്. രാഹുദശ 18 വർഷമാണ്, പ്രായം 23 മുതൽ 41 വയസ്സ് വരെ. യൗവനം മുതൽ മധ്യവയസ്സ് വരെയാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായക കാലഘട്ടമാണ്. കല്യാണം, കരിയർ, കുട്ടികൾ, സ്വത്ത് ഇവയൊക്കെ ഈ ദശയിൽ വരും. ജീവിതഫലം. വിദേശ ജോലി ഈ ദശയിൽ ഏറ്റവും അനുകൂലമാണ്. ടെക്നോളജി, IT അതിലെല്ലാം ദ്രുതഗതിയുടെ വളർച്ചയുണ്ടാവും. മീഡിയ, ഫിലിം എന്നിവയിൽ പ്രശസ്തി നേടാൻ സാധ്യതയുണ്ട്. ഗവേഷണം, ആഴത്തിലുള്ള ജ്ഞാനത്തിന് സഹായകമാണ്. വിവാഹം. ഈ ദശ ആദ്യ ഭാഗം 23 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിൽ വിവാഹത്തിനുള്ള സാധ്യതയുണ്ട്. ഈ ദശയിൽ തന്നെ മക്കൾ ഉണ്ടാവാനും സാധ്യത. സാമ്പത്തിക ഫലം. ആദ്യ 9 വർഷം 23 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാവും. പിന്നത്തെ 9 വർഷം 32 മുതൽ 41 വയസ്സ് വരെ കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ദുർവ്യയം ഒഴിവാക്കുക. ശ്രദ്ധ. കപട സ്നേഹികൾ. ഈ ദശയിൽ ഒരുപാട് കപട സ്നേഹികൾ അടുക്കും, ശ്രദ്ധിക്കുക. ആരോഗ്യം, ദഹന, ത്വക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധക്ലേശം. വൈവാഹിക ജീവിതം ചിലപ്പോൾ ഉലഞ്ഞേക്കാം. പരിഹാരം. രാഹു കേതു ദോഷ പൂജ, ദുർഗാദേവിയുടെ ആരാധന ദൈനംദിനം ചെയ്യാൻ പറ്റിയ നല്ലത്. പിന്നീട് വരുന്നത് വ്യാഴദശയാണ്. 16 വർഷമാണ് വ്യാഴദശയുള്ളത്. പ്രായം 41 മുതൽ 57 വയസ്സ് വരെയാണ് ആ സമയം. മധ്യവയസ്സ് സമയമാണ്. ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ ദശയാണ്. ജ്ഞാനം, ഐശ്വര്യം, ആദരം, ആത്മീയ ഉണർവ് ഇവ ഒരേ സമയം ഉണ്ടാവും. ജീവിതഫലം. ഉന്നത ഉദ്യോഗസ്ഥാനം, സീനിയർ മാനേജർ, ഡയറക്ടർ തുടങ്ങി പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ് ഏറ്റവും ദ്രുതഗതിയിൽ വളരും. ഭൂസ്വത്ത് അല്ലെങ്കിൽ വീട് അത് ഉണ്ടാവും. ആത്മീയ ഗുരു. ഈ കാലത്ത് ആത്മീയ ഉണർവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ആത്മീയ ഗുരുവിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. മക്കൾ ഉന്നതി. ഈ ദശ മക്കൾ ഉന്നത ജോലി നേടും. സമൂഹ ആദരം ഏറ്റവും കൂടും. ശ്രദ്ധ വേണം. വ്യാഴം ഉദരത്തിൽ ഭരിക്കുന്നു. ഭാരം കൂടാൻ ഇടയാവും. വ്യായാമം അത്യാവശ്യമാണ്. പരിഹാരം. ഓം ഗുരുവേ നമഃ 108 തവണ ദൈനംദിനം. വ്യാഴ ആരാധന നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. അടുത്തത് ശനിദശയാണ്. ശനിദശ 19 വർഷമാണ്. പ്രായം 57 മുതൽ 76 വയസ്സ് വരെ ശനിദശയിലായിരിക്കും. പ്രൗഢ വയസ്സാണ്. കർമ്മഫലകാലം. ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയം. കഠിനാധ്വാനം, ക്ഷമ ഇവയുണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. ജീവിതഫലം. ആദ്യ 7 വർഷം 57 മുതൽ 64 വരെ ക്ലേശം, ക്ഷമ ആവശ്യമാണ്. മധ്യ 6 വർഷം 64 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ക്രമമായ ഉയർച്ച ഉണ്ടാവും. അവസാന 6 വർഷം 70 മുതൽ 76 വരെ ഫലം, ഉയർച്ച, ആദരം എന്നിവ ലഭിക്കും. കൃഷി ഈ ദശയിൽ ഫലദായകമായിരിക്കും. റിട്ടയർമെന്റ് ജീവിതത്തിൽ ആത്മശാന്തി ലഭിക്കും. ഈ ദശയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദേഷ്യ നിയന്ത്രണം. ഈ ദശ ദേഷ്യം, ക്ലേശം ഇരട്ടിപ്പിക്കും. ആർഭാടം ഒഴിവാക്കുക. ആരോഗ്യം.
കാൽ, ദന്ത അല്ലെങ്കിൽ പല്ലിലുള്ള അസുഖങ്ങൾ, ജോയിൻസിലുള്ള പെയിനുകൾ തുടങ്ങിയവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ശ്രദ്ധ നൽകുക. പരിഹാരം: ഓം ശം ശനൈശ്വരായ നമഃ 108 തവണ ജപിക്കുക. എള്ള്, കറുത്ത പയർ എന്നിവ ദാനം ചെയ്യുക. ശനിദീപം: ശനിയാഴ്ച സന്ധ്യയിൽ ദീപം തെളിയിക്കുക. പിന്നീട് വരുന്നത് ബുധദശയാണ്. അത് 17 വർഷമാണ്. പ്രായം 76 വയസ്സ് മുതൽ 93 വയസ്സ് വരെ. അതൊരു വൃദ്ധകാലമാണ്. ആശയവിനിമയം, ഭൗതികജ്ഞാനം, ഈ ദശ ഇവ ഏറ്റവും ഫലദായകമാണ്. ഈ കാലം ജ്ഞാനം പങ്കുവയ്ക്കാനുള്ള സമയമാണ്. ജീവിതഫലം: റൈറ്റിംഗ്, ടീച്ചിങ്, ജ്ഞാനം ലോകത്തിന് നൽകാൻ തയ്യാറാവും. ഉപദേശം: കുടുംബം, സമൂഹം ഇവർ ഉപദേശം ആദരിക്കും. ആത്മജ്ഞാന ഗ്രന്ഥം ഈ കാലത്ത് എഴുതാൻ ഉത്തമമാണ്. ശ്രദ്ധ: ചർമ്മം, ഞരമ്പ് എന്നിവയിൽ അസുഖ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. പിന്നീട് വരുന്നത് കേതുദശയാണ്. അത് 7 വർഷമാണ്. പ്രായം 93 മുതൽ 100 വയസ്സ് വരെയാണ്. ഇവിടെ ആത്മ ഉണർവ്, ആത്മസാക്ഷാത്കാരം, ഭൗതിക വൈരാഗ്യം ഈ കാലം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ ദശ ഏറ്റവും ആനന്ദകരം. ജീവിതഫലം: ആത്മജ്ഞാനം, ജീവിതത്തിന്റെ ആഴം മനസ്സിലാക്കും. ഭൗതികജ്ഞാനം: ഐശ്വര്യം കൂടെ ഉണ്ടെങ്കിലും ആഗ്രഹം കുറയും. ദൈവചിന്ത ഏറ്റവും കൂടുതലായിരിക്കും. ശ്രദ്ധ: ഒറ്റപ്പെടൽ, കുടുംബ ബന്ധം എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. ഒറ്റപ്പെടലിനുള്ള സാധ്യത കൂടുതലാണ്. പരിഹാരം: ഗണേശ ആരാധന ദൈനംദിനം ഓം കേം കേതവേ നമഃ 108 തവണ ജപിക്കുക. പിന്നീടുള്ള ശുക്രദശയാണ്. 20 വർഷമാണ് ശുക്രദശ. പ്രായം 100 മുതൽ 120 വയസ്സ് വരെയാണ്. ഏറ്റവും ദീർഘമായ ദശയാണ് 20 വർഷം. ഈ ദശ ലഭിക്കണമെങ്കിൽ 100 വർഷം ജീവിക്കണം. ഇതൊരു ദൈവ അനുഗ്രഹ ദശയാണ്. ജീവിതഫലം: ആനന്ദ ജീവിതം, ഭൗതിക ഐശ്വര്യം, കലാജ്ഞാനം, കുടുംബ സൗഖ്യം ഏറ്റവും ഊഷ്മളമായിരിക്കും. സമൂഹ ആദരം ഏറ്റവും ഉന്നതമായിരിക്കും. ദശഫലം ഇരട്ടിക്കാൻ ഓരോ ദശ ആരംഭ സമയത്തും ആ ഗ്രഹദേവ ആരാധന, ഏത് ഗ്രഹമാണോ ഉള്ളത് ആ ഗ്രഹദേവനുള്ള ആരാധന നടത്തുക. ആ ഗ്രഹത്തിന്റെ മന്ത്രം 108 തവണ 40 ദിവസം ചൊല്ലുക. ആ ഗ്രഹത്തിന്റെ ദാനം ഒരിക്കലെങ്കിലും ചെയ്യുക. ആ ഗ്രഹത്തിന്റെ രത്നം ജ്യോതിഷോപദേശ പ്രകാരം ധരിക്കുക. ഓം ശ്രാം ശ്രീം ശ്രൗം സ സൂര്യായ നമഃ. ഓം ശരവണഭവ. ഈ രണ്ടും ദൈനംദിനം ജപിക്കൂ. ഏത് ദശ ആയാലും കാർത്തിക നക്ഷത്രക്കാർക്ക് ദൈവശക്തി ഉണ്ടാവും. കാർത്തിക നക്ഷത്രം സാമ്പത്തിക ഫലം. പൊതു സാമ്പത്തിക സ്വഭാവം. കാർത്തിക നക്ഷത്രക്കാർ ജന്മന ധനവാന്മാരാകാനുള്ള യോഗമുള്ളവരാണ്. സൂര്യൻ അധിപനാകയാൽ ഐശ്വര്യം, അധികാരം, ഉന്നത ജീവിത നിലവാരം ഇവർക്ക് ജന്മാവകാശമാണ്. പക്ഷെ ദേഷ്യം, ധൂർത്ത്, ഉടനടി ഫല ആഗ്രഹം ഈ 3 കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ ഇവർ കോടീശ്വരരാവും. സാമ്പത്തിക സ്വഭാവ സവിശേഷതകൾ. കഠിനാധ്വാനം. പണം നേടാൻ ഏത് ക്ലേശവും സഹിക്കും. ഉടനടി ഫലം ആഗ്രഹിക്കും. ദീർഘകാല അടിസ്ഥാന നിക്ഷേപം ഒഴിവാക്കും. ആർഭാടം ഇഷ്ടം. ഉള്ളത് ചിലവ് ചെയ്യും. ബിസിനസ് ബുദ്ധി. ലാഭം കണ്ടെത്തുന്ന ശക്തിയുണ്ട്. ദാനം. ദരിദ്രർക്ക് നൽകുന്ന ശീലം. ഇത് ഇവർക്ക് ഏറ്റവും ഫലദായകം. ജീവിതത്തിലെ സാമ്പത്തിക ഘട്ടങ്ങൾ. പ്രായസഹിതം. ബാല്യകാലം 16 വയസ്സ് വരെ. കുടുംബസ്വത്ത്. ഇവർ ജനിക്കുന്ന കുടുംബം ഭൗതിക ഐശ്വര്യമുള്ളതാവും. പിതൃസ്വത്ത്, ഭൂസ്വത്ത്, ഗൃഹം ഇവ ലഭ്യമാകും. ഈ കാലം സ്വന്തം സമ്പാദ്യമില്ല, കുടുംബ ഐശ്വര്യം തന്നെയാണ് ആശ്രയം. യൗവനം 16 മുതൽ 30 വയസ്സ് വരെ. ആദ്യ ജോലി, ഊർജത്തോടെയുള്ള ആരംഭം. ശമ്പളം. ഈ കാലം ചിലവ് കൂടും, സമ്പാദ്യം കുറഞ്ഞേക്കാം. ഉടനടി ആർഭാടം. കാർ, ഫോൺ, ഫ്ലാറ്റ് ഉടനടി ആഗ്രഹിക്കും. ലോൺ. ഈ കാലം ലോൺ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് സാധ്യതയുണ്ട്, ശ്രദ്ധ വേണം. ആദ്യ ഇൻവെസ്റ്റ്മെന്റ് 25 വയസ്സ് മുതൽ ആരംഭിക്കുന്നതാണ് ഉത്തമം. ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25 വയസ്സിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. മധ്യവയസ്സ് 30 മുതൽ 50 വയസ്സ് വരെ. ഏറ്റവും ഉയർന്ന സമ്പാദ്യകാലം. ഭൂ ഇടപാടുകൾ. ഈ കാലം ഏറ്റവും ലാഭദായകമായിരിക്കും. ബിസിനസ്സിൽ ദ്രുതഗതി വളർച്ചയുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റിൽ ഫലം കായും. ഈ കാലം ഏറ്റവും ഫലം ലഭിക്കുന്ന കാലഘട്ടമാണ്. പ്രൗഢ വയസ്സ് 50 മുതൽ 70 വയസ്സിലുള്ള കാലം. ജീവിതകാലം സമ്പാദിച്ചത് ഫലം നൽകും. പാസീവ് ഇൻകം, അതായത് ഭൂവാടക, ബിസിനസ് ലാഭം തുടങ്ങിയവ ഉണ്ടാവും. മക്കൾ. ഈ കാലം ധനസഹായം നൽകും. ഏറ്റവും ലാഭദായക ബിസിനസ് കാർത്തിക നക്ഷത്രക്കാർക്ക്. 1ാം നിര ഭൂ ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ്. ചൊവ്വ സൂര്യ ബന്ധം കാരണം ഭൂ ഇടപാടുകൾക്ക് ഇവർക്ക് ഏറ്റവും ലാഭദായകമാവും. ഭൂമി വാങ്ങൽ, വിൽക്കൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇവർക്ക് കൈ നിറയെ പണം നൽകും. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ. കത്തി ചിഹ്നമുള്ളതിനാൽ മെഡിക്കൽ ബിസിനസ്സിൽ ഏറ്റവും നല്ലത്. ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, ഫാർമസി, മെഡിക്കൽ എക്യുപ്മെന്റ് ഈ ബിസിനസ്സുകൾ ജീവിതം മാറ്റും. റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഹോട്ടൽ. അഗ്നിദേവ ബന്ധമുള്ളതുകൊണ്ട് ഭക്ഷണ ബിസിനസ് ഇവർക്ക് ജന്മ അനുകൂലമാണ്. സ്റ്റാർ ഹോട്ടൽ, റെസ്റ്റോറന്റ് ചെയിൻ, കാറ്ററിംഗ് ഇവ ദ്രുതഗതിയിൽ ലാഭം കൊണ്ടുവരും. സെക്യൂരിറ്റി ഏജൻസി ഓർ ഡിഫൻസ്. ധൈര്യഗുണം. സെക്യൂരിറ്റി ബിസിനസ് ഇവർക്ക് ഏറ്റവും നല്ലതാണ്.
പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി, CCTV, ഫയർ സേഫ്റ്റി ഈ മേഖലകൾ ഗുണമുണ്ടാവും. രണ്ടാം നിര എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, സിവിൽ കൺസ്ട്രക്ഷൻ, ഇലക്ട്രിക്കൽ വർക്ക്സ്, സ്റ്റീല്, അയൺ ബിസിനസ്, എഡ്യൂക്കേഷൻ, കോച്ചിങ് സെന്റർ, ഓൺലൈൻ ട്രെയിനിങ്, പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങിയവയിലും വളർച്ചയുണ്ടാവും. ശ്രദ്ധ വേണ്ടത് ഷെയർ മാർക്കറ്റ്. ഇവർക്ക് ഉടനടി ഫലം ആഗ്രഹമുള്ളതിനാൽ ഊഹക്കച്ചവടം ഒഴിവാക്കുക, സ്പെക്കുലേഷൻ ഒഴിവാക്കുക, ഇൻട്രാഡേ ട്രേഡിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യുക. ക്രിപ്റ്റോ കറൻസി. ഉടനടി ലാഭം ആഗ്രഹിക്കുന്ന ഇവർക്ക് ക്രിപ്റ്റോ വലിയ ഭീഷണി, ഒഴിവാക്കുന്നതാണ് ഉത്തമം. ചിറ്റ് ഫണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ ബിസിനസ്. കപട ആൾക്കാർ ഇക്കാലം ഇവരെ ചതിക്കാൻ ശ്രമിക്കും. പാർട്ട്ണർ ബിസിനസ് ആരംഭിക്കും മുമ്പ് ആഴത്തിൽ ആലോചിക്കുക. കൂടുതലായും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ധനദോഷ കാരണങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഇവർക്ക് ധനനഷ്ടമുണ്ടാക്കും. ദേഷ്യം കാരണം ജോലി, ബിസിനസ് എന്നിവ ഉപേക്ഷിക്കൽ. ദേഷ്യം വന്നാൽ ജോലി ഉപേക്ഷിക്കും. ഇത് ഏറ്റവും വലിയ ധനനഷ്ടം. ദേഷ്യ നിയന്ത്രണമാണ് ധനലാഭത്തിന് ചെയ്യേണ്ട ആദ്യപടി. ആർഭാട ജീവിതം. ആവശ്യമില്ലാത്ത ചിലവ്, ലക്ഷറി കാർ, ബ്രാൻഡഡ് ഐറ്റംസ്, ഫോറിൻ ടൂർ ഇവ ചിലപ്പോൾ ലോണാക്കിയും ചെലവ് ചെയ്യും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് സ്പെക്കുലേഷൻ, ബെറ്റിംഗ് ഇവ ഇവർക്ക് ഏറ്റവും ദോഷകരമാണ്. ശ്രദ്ധിക്കുക. കപട കൂട്ടുകാർ. ഇവർക്ക് ചതിക്കാൻ സാധ്യതയുള്ള കൂട്ടുകൃഷി, പാർട്ട്ണർഷിപ്പ് എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ലോൺ ആർഭാടം. ആദ്യകാലം ലോണിൽ ഹോം ലോൺ മാത്രം ഉചിതം. ബാക്കിയുള്ള ലോണുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ധനവർദ്ധനയ്ക്കുള്ള ജ്യോതിഷ ഉപദേശം. ഗൃഹവാസ്തുവിൽ ഉത്തരപൂർവ്വ ദിശ, അതായത് നോർത്ത് ഈസ്റ്റ് ദിശ, ഈ ദിശ ധനദേവ ദിശയാണ്. ലോക്കർ, സേഫ് തുടങ്ങിയവ ഉത്തരദിശയിൽ വെക്കുക. കിഴക്ക് തലക്കൽ, കിഴക്ക് ഐശ്വര്യം. ദൈനംദിന ധനാകർഷണ ടിപ്സ്. ലക്ഷ്മി ദേവി ഓരോ ശുക്രവാരവും ആരാധന. ദ്രവ്യലക്ഷ്മി മന്ത്രം. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ. കുബേരദേവ ആരാധന. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യ അധിപതിയേ നമഃ. ധന ഇടപാടുകൾക്കുള്ള ഭാഗ്യ ദിവസം ഞായർ, ചൊവ്വ. പൂവിടപാടുകൾക്ക് ഈ ദിവസം നല്ലതാണ്. ശുക്രൻ, അതായത് വെള്ളിയാഴ്ച ഗോൾഡ്, ജ്വല്ലറി എന്നിവ വാങ്ങുന്നതിന് ഉത്തമമാണ്. വ്യാഴാഴ്ച ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് ഇടപാടുകൾക്ക് നല്ലതാണ്. ഒഴിവാക്കേണ്ടത് ശനി, ചൊവ്വ ദിവസങ്ങളിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അനാവശ്യമായ ലോൺ, ഗാംബ്ലിംഗ് എന്നിവയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഒഴിവാക്കേണ്ടതാണ്. ധനദോഷ പരിഹാരം. ദൈനംദിനം ഉദ്യോഗം അല്ലെങ്കിൽ ബിസിനസിന്റെ ആരംഭ സമയത്ത് ഓം ഗണേശായ നമഃ 3 തവണ ചൊല്ലുക. ലക്ഷ്മി ദേവി ദർശനം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടത്തുക. ദാനം. ഇത് ഇവർക്ക് ഏറ്റവും ഫലദായകമാണ്. ഓരോ ഞായറാഴ്ചയും ഗോതമ്പ്, ശർക്കര എന്നിവ ദാനം ചെയ്യുക. ദരിദ്രരായ കുട്ടികൾക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ നൽകുക. ക്ഷേത്ര ദീപ വഴിപാട് നടത്തുക. ദൈനംദിനം 1 ദീപമെങ്കിലും കൊളുത്താൻ ശ്രമിക്കുക. ഗോദാനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടത്തണം. ധനവർദ്ധനയ്ക്ക് ഉള്ള രത്നം മാണിക്യം. സൂര്യബലം ഉദ്യോഗലാഭത്തിന്. പവിഴം ചൊവ്വബലം ഭൂലാഭത്തിന്. പുഷ്യരാഗം വ്യാഴബലം ധനവർദ്ധനയ്ക്ക്. കാർത്തിക നക്ഷത്രക്കാരുടെ ധനഭാഗ്യം അഗ്നി പോലെയാണ്. ദേഷ്യവും ആർപ്പാടവും ചേർന്ന അഗ്നി ധനത്തെ ദഹിപ്പിക്കും. കഠിനാധ്വാനം, ദാനം, ദൈവഭക്തി എന്നിവ ആ അഗ്നിധനം ഇരട്ടിക്കും. കാർത്തിക നക്ഷത്രവും മക്കൾ ഫലം. കാർത്തിക നക്ഷത്രക്കാർക്ക് മക്കൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ നക്ഷത്രക്കാർ മക്കൾക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുക്കും. കാർത്തികേയ ദേവന്റെ ബന്ധം കൊണ്ട് പുത്രഭാഗ്യം ഇവർക്ക് ഉറപ്പ്. മക്കൾ ഫലം പൊതു സ്വഭാവം. 2 അല്ലെങ്കിൽ 3 മക്കൾ ഏറ്റവും സാധാരണമാണ്. പുത്രഭാഗ്യം. ആൺമക്കൾ ഉണ്ടാവാൻ ഏറ്റവും സാധ്യത. മക്കൾ ബുദ്ധിശാലികൾ. ഇവരുടെ മക്കൾ ജന്മന ബുദ്ധിയുള്ളവരായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം. മക്കൾ ഉന്നത പഠനം നേടും. ജോലി, കരിയർ എന്നിവയിൽ മക്കൾക്ക് ഉന്നത ഭവിഷ്യത്ത് ഉറപ്പുവരുത്തും. കാർത്തിക നക്ഷത്രക്കാർ അച്ഛൻ അല്ലെങ്കിൽ അമ്മയായാൽ, അച്ഛനാകുമ്പോൾ ഗുണങ്ങൾ. ഉത്തരവാദിത്വം. മക്കൾക്ക് ഏത് ആവശ്യവും നിറവേറ്റും. കഠിന ശ്രദ്ധ. മക്കളുടെ വിദ്യാഭ്യാസം ഭവിഷ്യത്ത് ഒരിക്കലും ഒഴിവാക്കില്ല. സംരക്ഷണം. മക്കൾക്ക് ഏത് ആപത്ത് വന്നാലും ജീവൻ കൊടുക്കും. അധ്വാനം. മക്കൾക്ക് വേണ്ടി ഇരട്ടി ജോലി ചെയ്യും. ഉന്നത ജീവിതം. മക്കൾക്ക് ഏറ്റവും നല്ല ജീവിതം ഉറപ്പുവരുത്തും. ദോഷങ്ങൾ. ദേഷ്യം. മക്കൾക്ക് ദേഷ്യ സ്വഭാവം ഭയം ഉണ്ടാക്കും. ആധിപത്യഭാവം. എന്റെ വഴിക്ക് നടക്കണം. മക്കൾക്ക് പ്രഷർ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഡിസിപ്ലിൻ. അമിതമായ ഡിസിപ്ലിൻ. മക്കൾ റിബലാവാനുള്ള സാധ്യതയുണ്ട്. ക്ഷമക്കുറവ്. മക്കളുടെ ചെറിയ തെറ്റിന് പോലും ഓവറായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അമ്മ ആകുമ്പോൾ ഗുണങ്ങൾ. ജീവൻ. മക്കൾ ഇവൾക്ക് ജീവനാണ്. ത്യാഗം. മക്കൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ഒഴിവാക്കില്ല. ഭക്ഷണം.
മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഇവൾ ഉണ്ടാക്കും. പ്രൊട്ടക്റ്റീവ്, മക്കളെ ആർക്കും ഉപദ്രവിക്കാൻ ഇടം കൊടുക്കില്ല. വിദ്യ, മക്കളുടെ പഠനത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തും. ദോഷങ്ങൾ: ഓവർ പ്രൊട്ടക്റ്റീവ്, മക്കൾക്ക് ബ്രീത്തിങ് സ്പേസ് ഇല്ലാതാവും. ഉടമസ്ഥ ഭാവം, മക്കൾ എന്റേത് മാത്രം എന്ന ഭാവം ഉണ്ടാവും. ദേഷ്യം, മക്കൾ തെറ്റ് ചെയ്താൽ കഠിനമായ ശിക്ഷ നൽകും. കൺട്രോൾ, മക്കളുടെ ഓരോ കാര്യവും കൺട്രോൾ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. മക്കളുടെ സ്വഭാവ സവിശേഷതകൾ: കാർത്തിക നക്ഷത്രക്കാരുടെ മക്കൾ ജന്മന ഇവ ഉള്ളവരായിരിക്കും. ഗുണങ്ങൾ: ബുദ്ധി ഏറ്റവും ശ്രദ്ധേയമാണ്. സ്കൂളിൽ ടോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ധൈര്യം, അച്ഛൻ അല്ലെങ്കിൽ അമ്മയെ പോലെ ധൈര്യശാലിയായിരിക്കും. നേതൃഗുണം: ക്ലാസ് ലീഡർ, ക്യാപ്റ്റനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കലാഗുണം: സംഗീതം, ചിത്രകല, കായികം എന്നിവയിൽ മികവ്. സ്നേഹഭാവം, അച്ഛനോടും അമ്മയോടും ഇഷ്ടം. ദോഷങ്ങൾ: ദേഷ്യം, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടേതുപോലുള്ള ദേഷ്യം ഉണ്ടാവും. ശാഠ്യം, ആഗ്രഹം ഇണങ്ങിയില്ലെങ്കിൽ ശാഠ്യം കാണിക്കും. ഇൻഡിപെൻഡൻസ്, ആർക്കും പെട്ടെന്ന് വഴങ്ങാൻ സാധ്യതയില്ല. റിബൽ, അമിത കൺട്രോൾ ഉണ്ടെങ്കിൽ റിബൽ ആവാനുള്ള സാധ്യതയും ഉണ്ട്. മക്കളുടെ കരിയർ: കാർത്തിക നക്ഷത്രക്കാരുടെ മക്കൾ ഈ മേഖലകളിൽ ഉന്നതി നേടും. ഏറ്റവും അനുകൂലം ഡോക്ടർ, സർജറി, മെഡിസിൻ തുടങ്ങിയവ. എഞ്ചിനീയർ, സിവിൽ, മെക്കാനിക്കൽ, ഡിഫൻസ്, IAS, IPS, മിലിറ്ററി. ഉന്നത സ്ഥാനം ലോ, ജുഡീഷ്യറി, ജഡ്ജി, അഡ്വക്കേറ്റ് തുടങ്ങിയവ ആവാനുള്ള സാധ്യതയുണ്ട്. നല്ല മേഖലകൾ: കല, സംഗീതം ഏറ്റവും ഫലദായകമാണ്. റിസർച്ച്, സയൻസ് ഭൗതിക ഉന്നതിക്ക് സഹായകരമാണ്. ബിസിനസ്, ദ്രുതഗതി വളർച്ച. ജ്ഞാനദാനമുള്ളതുകൊണ്ട് ടീച്ചിങ്, പ്രൊഫസർ എന്നിവയും നല്ലതാണ്. ചിലർക്ക് മക്കളുണ്ടാകൽ വൈകും. കാരണങ്ങൾ: 5ാം ഭാവത്തിൽ ശനി അല്ലെങ്കിൽ രാഹു ഉണ്ടെങ്കിൽ സന്താനം വൈകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വാദോഷമുണ്ടെങ്കിൽ ആദ്യ ഗർഭം ധരിക്കാനുള്ള ക്ലേശം സംഭവിക്കാം. ഗുരുദൃഷ്ടി ഇല്ലാത്തതും സന്താന ക്ലേശത്തിന് കാരണമാവും. 5ാം ഭാവം ദുർബലമാവുമ്പോൾ 1 അല്ലെങ്കിൽ 2 മക്കൾ മാത്രമാണ് ഉണ്ടാവുക. കേതു 5ലാണെങ്കിൽ ദത്തുപുത്ര യോഗവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദോഷഫലങ്ങൾ: മക്കൾ ക്ലേശം, വൈകിയ ഗർഭം, 30 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യത. ഒന്നിൽ കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ മാത്രമോ ലഭിക്കാനുള്ള സാധ്യത. മക്കളുടെ ആരോഗ്യ ക്ലേശം ജനനശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സന്താന ദോഷത്തിനുള്ള പരിഹാരങ്ങൾ: ദേവാരാധന, സുബ്രഹ്മണ്യ ആരാധന. ഷഡ്ദർശനം: 6 സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ ദർശിക്കുക. ഓം ശരവണഭവ 108 തവണ ദൈനംദിനം ചൊല്ലാൻ ശ്രമിക്കുക. ഷഡ്ദേവി ആരാധന: 6 ദേവിമാർക്ക് ദീപം തെളിയിക്കുക. ഗണേശ ആരാധന: ഓരോ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഓം ഗം ഗണേശായ നമഃ 108 തവണ ജപിക്കുക. മോദകം, ഗണേശ നൈവേദ്യം. വ്യാഴ ആരാധന: ഓം ഘ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമഃ 108 തവണ ജപിക്കുക. ഓരോ വ്യാഴ ദിവസം വ്യാഴദേവ ആരാധന. മഞ്ഞപ്പൂക്കൾ ദേവന് നൽകുക. ദേവി ആരാധന: ഓം ദേവിയെ നമഃ 108 തവണ. ലക്ഷ്മി ദേവി ഓരോ ശുക്രവാരം, അതായത് വെള്ളിയാഴ്ച. ഭഗവതി ക്ഷേത്രം മാസത്തിൽ ഒരു തവണ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം. മന്ത്രങ്ങൾ: സന്താന ഭാഗ്യത്തിനുള്ളത് സന്താന ഗോപാല മന്ത്രം. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപ്രഭോ ദേഹീമീം തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ. ഇത് ദൈനംദിനം 108 തവണ 40 ദിവസം ഏറ്റവും ഫലദായകമായിരിക്കും. വ്യാഴമന്ത്രം: ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമഃ. ഗണേശമന്ത്രം: ഓം ഗം ഗണേശായ നമഃ എന്നിവ ജപിക്കുക. ക്ഷേത്ര ദർശനം സന്താന ഭാഗ്യത്തിനുള്ളത് ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂരുള്ളത് ഉന്നത സന്താന ലഭ്യത. ആറന്മുള ക്ഷേത്രം പത്തനംതിട്ടയിലുള്ളത് സന്താന ഭാഗ്യത്തിന്. പായമ്മൽ ക്ഷേത്രം തൃശ്ശൂരുള്ളത് സുബ്രഹ്മണ്യ അനുഗ്രഹത്തിനായി. ചേർപ്പ് ശിവക്ഷേത്രം തൃശ്ശൂർ തന്നെയുള്ളത് ശിവ അനുഗ്രഹത്തിനായിട്ട്. സന്താന ഭാഗ്യത്തിനുള്ള ദാനം: ഗർഭിണിക്ക് ദൈനംദിനം ഭക്ഷണം നൽകുന്നത് ഉടനടി ഫലം നൽകും. കുട്ടികൾക്ക് വ്യാഴ ദിവസത്തിൽ വസ്ത്രം നൽകുന്നത് ഗുരുപ്രീതിക്ക് കാരണമാവും. വിദ്യാദാനം ഓരോ മാസവും ജ്ഞാനദേവ അനുഗ്രഹത്തിന് സഹായകമാവും. ഗോദാനം ജീവിതത്തിൽ ഒരു തവണ ചെയ്താൽ മതി, അത് ഗൃഹ ഐശ്വര്യത്തിന് കാരണമാവുന്നു. ബ്രഹ്മചാരിക്ക് ഗ്രഹണ ദിവസത്തിൽ ഭക്ഷണം നൽകുന്നത് ഉന്നത ഫലത്തിനും കാരണമാവുന്നു. മക്കൾ ഉണ്ടാകലിൽ ഏറ്റവും ഫലദായകമായ 40 ദിവസക്രമം: ആദ്യ 10 ദിവസം
ദൈനംദിനം ഓം ശരവണഭവ 108 തവണ ക്ഷേത്ര ദർശനം, ഗുരുവായൂർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശിക്കുക. ഭക്ഷണ ശ്രദ്ധ, ഭാര്യ ഭർത്താവ് രണ്ടുപേരും ഭക്ഷണത്തിൽ ശ്രദ്ധ കാണിക്കണം. 11 മുതൽ 20 ദിവസം വരെ സന്താന ഗോപാല മന്ത്രം 108 തവണ ഗർഭിണിക്ക് ഭക്ഷണദാനം ദൈനംദിനം നടത്താൻ ശ്രമിക്കുക. വ്യാഴ ആരാധന ഓരോ വ്യാഴ ദിവസവും. 21 മുതൽ 30 ദിവസം വരെ ഗണേശ ആരാധന ദൈനംദിനം. കുട്ടികൾക്ക് വസ്ത്രദാനം നൽകുക. ദേവി ആരാധന ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദേവി ആരാധന ചെയ്യുക. 30 മുതൽ 40 ദിവസം ഗുരുവായൂർ ദർശനം ഒരിക്കൽ നടത്തുക. 100 ദീപം ക്ഷേത്രത്തിൽ നൽകുക. ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമഃ 1008 തവണ ചൊല്ലുക. മക്കളുടെ ഉന്നതിക്ക് മാതാപിതാക്കൾ ചെയ്യേണ്ടത്: വിദ്യാഭ്യാസ ശ്രദ്ധ, ദൈനംദിനം മക്കളുടെ പഠനം ശ്രദ്ധിക്കുക, പ്രഷർ ഒഴിവാക്കുക, ഭയമില്ലാതെ കുട്ടികൾ പഠിക്കട്ടെ. കോച്ചിങ് 10ാം ക്ലാസ് മുതൽ മതി. എക്സ്ട്രാ ആക്ടിവിറ്റീസ്, കല, കായികം ഇവ ഒരിക്കലും ഒഴിവാക്കരുത്. ബന്ധശ്രദ്ധ, മക്കൾക്ക് മുൻപിൽ വെച്ച് ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. സ്നേഹം, ദൈനംദിനം ഒരിക്കൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുക, ലവ് യു എന്ന് പറയുക. സ്വാതന്ത്ര്യം, മക്കൾക്ക് ഉചിതമായ സ്വാതന്ത്ര്യം നൽകുക. ഉത്തരവാദിത്തം, ചെറുപ്പം മുതലേ ഉത്തരവാദിത്തം പഠിപ്പിക്കുക. ആത്മീയ ശ്രദ്ധ, ദൈനംദിനം മക്കളോടൊപ്പം പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, ആഴ്ചയിൽ ഒരിക്കൽ കുടുംബം ഒരുമിച്ചൊരു ക്ഷേത്ര ദർശനം നല്ലതാണ്. ഭഗവത്ഗീത കുഞ്ഞിന് 10 വയസ്സ് മുതൽ മക്കൾക്ക് പഠിപ്പിക്കുക. ഓം ശരവണഭവ കുടുംബം ദൈനംദിനം ചൊല്ലുക. കാർത്തിക നക്ഷത്രക്കാരുടെ മക്കൾ ഫലം ബുദ്ധിശാലിയായ മക്കളായിരിക്കും, അത് ഉറപ്പാണ്. ഉന്നതമായ കരിയർ ഉണ്ടാവും, അതും ഉറപ്പാണ്. ഉത്തരവാദിത്വ ഭാവം ജന്മഗുണമാണ്. ദൈവഭക്തി ഈ കുടുംബത്തിലുണ്ടാവും. ഒരു കാര്യം, ദേഷ്യം, മക്കൾക്ക് മുമ്പുള്ള ദേഷ്യപ്പെടൽ, വഴക്കൂടൽ എന്നിവ ഒഴിവാക്കണം. സ്നേഹം, ദൈനംദിനം സ്നേഹം കൊടുക്കണം. ഇത് രണ്ടും ചെയ്താൽ കാർത്തിക നക്ഷത്രക്കാരുടെ മക്കൾ ലോകം ജയിക്കും. ഓം സന്താന ഗോപാലയ നമഃ ദൈനംദിനം ജപിക്കൂ. നല്ല മക്കൾ, ദൈവ അനുഗ്രഹം ഉറപ്പ്.